നമ്മളും ചൈനയും തമ്മിൽ ഈ ടാങ്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് കള്ളക്കഥയാണ്. ടാങ്കൊന്നും അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മളും ചൈനയും തമ്മിലുള്ള ഒരു കരാറിൽ കൈകൊണ്ടുള്ള യുദ്ധമല്ലാതെ കല്ല് പോലും എറിയാൻ പറ്റില്ല നമുക്ക്. അവർക്ക് ഇങ്ങോട്ടും എറിയാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും എറിയാൻ പറ്റില്ല. കല്ലോ വേലിപ്പത്തലോ പോലും ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ ചെയ്യാവുന്നത് കൈകൾ കൊണ്ടുള്ള യുദ്ധം. അതുകൊണ്ട് നമ്മുടെ നാടൻ തല്ലാണ് അതിർത്തിയിൽ നടക്കുന്നത്, നമ്മളും ചൈനയും തമ്മിൽ. ടാങ്കും വെടിയും തോക്കുമൊന്നുമല്ല, നാടൻ തല്ല്. ആ നാടൻ തല്ലിലാണ് നമ്മളുടെ ബീഹാർ റെജിമെൻറ്റ് 36 ചൈനക്കാരുടെ കഴുത്തൊടിച്ച് കളഞ്ഞത്. അത് അവരുടെ ബീഹാർ റെജിമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സ്കില്ലാണ് കഴുത്തൊടിക്കുക എന്നുള്ളത്. എതിരെ നിൽക്കുന്നവനെ പിടിച്ച് എന്തോ കഷത്തിൽ എന്തോ ചെയ്തിട്ട് സെക്കൻഡിന് അവൻ്റെ കഴുത്തങ്ങ് ഒടിഞ്ഞു പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, താഴെ വീഴും. മരിക്കുന്നത് ചിലപ്പോൾ പടഞ്ഞോടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ബട്ട് കഴുത്തങ്ങ് ഒടിച്ചോളെ ഈ സ്കില്ല്. കാരണം ഇന്ത്യൻ പട്ടാളം തീരുമാനിച്ചു കൈകൾ മാത്രമല്ലേ ഉപയോഗിക്കാവുള്ളൂ. ശരി, ഞാൻ കൈ ഉപയോഗിച്ച് നിന്നെ നേരിടാം. അങ്ങനെ തരും. ചൈനക്കാരന് ഭാരതീയരെക്കാൾ പൊക്കം കുറവാണ്, തടിയും കുറവാണ് ജനറലി. ഇപ്പോൾ ഷീ ജിൻപിങ്ങിനൊക്കെ നല്ല പൊക്കമുണ്ട്. ബട്ട് ജനറലി ചൈനക്കാർ പൊക്കം കുറഞ്ഞ മംഗോളിയൻ സാധനമല്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ട് 2020 സ്റ്റാറ്റസ് കോയിലേക്ക് പോകാം, സ്റ്റാറ്റസ് കോ ആൻറ്റെ അതിലേക്ക് പോകാൻ തീരുമാനിച്ച് ഇപ്പം മെല്ലെ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ സൈനിക വിന്യാസം ഇപ്പോഴും ചൈനീസ് അതിർത്തിയിലാണ്. ബ്രിക്സും സംഗതിയും കൈകുലുക്കലും ചിരിയൊക്കെ നടക്കുമ്പോഴും ഏറ്റവും വലിയ സൈനിക വിന്യാസം ചൈനീസ് അതിർത്തിയിലാണ്. ഇപ്പോഴും ആ 2020 പൊസിഷനിലേക്ക് മാറാൻ ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലമായിട്ട് ചില ഫിംഗർ എന്നൊക്കെ അവർ വിളിക്കുമല്ലോ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ മാറി വരുന്നതേ ഉള്ളൂ, മുഴുവൻ ആയിട്ടില്ല ആ പ്രോസസ്സ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ അമേരിക്കയൊക്കെ ആയിട്ട് ഈ കൺഫ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വാക്കാൽ ധാരണയുണ്ടായി. നമുക്ക് അതിർത്തി പ്രശ്നം തൽക്കാലം ഡിറ്റാച്ച് ചെയ്യാം. ആ പ്രശ്നം അന്നെത്തിയ കരാറനുസരിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ അത് നടന്നോട്ടെ, നിങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്യേണ്ട, ഞങ്ങളും ഡീഎസ്കലേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ രണ്ടുപേരും എസ്കലേറ്റ് ചെയ്യരുത്, സ്റ്റാറ്റസ് കോയിൽ അങ്ങ് പൊക്കോട്ടെ, എന്നിട്ട് നമുക്ക് കൊമേർഷ്യൽ ഡീൽ നടത്താം. അങ്ങനെയാണ് നമ്മളൊരു ധാരണയിൽ എത്തിയത് ചൈനയുമായിട്ട്. അതുകൂടാതെ ചൈനയെ പല സമയത്തും നമ്മൾ ചൈനയുമായിട്ട് ബോർഡറില്ല എന്ന് പറയും. ബോർഡറില്ല എന്നൊക്കെ പറയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെയും ഒക്കെ ആൾക്കാരെ കൊണ്ടാണ്. ചൈനയുമായിട്ട് നമുക്ക് ബോർഡറില്ല, നമുക്ക് ടിബറ്റുമായിട്ടാണ് ബോർഡർ. അപ്പോൾ ചൈനയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്നത് ഒറിജിനലി ടിബറ്റാണ്, പിന്നീടാണല്ലോ ചൈന ടിബറ്റിനെ കീഴടക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ ടിബറ്റിന് ദലൈലാമയെ നമ്മളിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴാണ് ചൈനയ്ക്ക് ഭ്രാന്ത് വരുന്നത്. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബോർഡറിൽ എന്ത് ചർച്ച ചെയ്യാൻ? അല്ല, നമുക്ക് ബോർഡർ ചർച്ച ചെയ്യാം, നമ്മൾ തമ്മിൽ അതിരില്ലല്ലോ. അല്ല, അത് ടിബറ്റുമായിട്ടല്ലേ? അല്ല, അത് ഞാൻ പിടിച്ചെടുത്തു. അത് ശരി, ടിബറ്റിനെ താൻ പിടിച്ചെടുത്തതാണല്ലേ? ഈ രീതിയിൽ ഡിഫെൻസീവിലായി പോകും ചൈന. അതുകൊണ്ട് ചൈനയ്ക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ചൈന അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് അരുണാചൽ പ്രദേശിന് വേറെ പേരിടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.